ആഗോള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു വൻ ശക്തി പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. ഒരു വശത്ത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക, മറുവശത്ത് പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാൻ. ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ അമേരിക്ക തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ നിരത്തിക്കഴിഞ്ഞു. ഒമാനിൽ വെച്ച് ഈ ആഴ്ച നടക്കാനിരിക്കുന്ന ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോട് ഭയപ്പെട്ടിരിക്കണം എന്നാണ് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നത്. എന്താണ് ഈ ചർച്ചകളുടെ പ്രസക്തി? ഒമാൻ എന്ന കൊച്ചു രാജ്യം എങ്ങനെ ഈ രണ്ട് വമ്പന്മാരുടെ ഇടനിലക്കാരനായി? ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമോ? ഈ പുതിയ തർക്കങ്ങളുടെ വേരുകൾ എവിടെയാണ്? നോക്കാം. ശരിക്കും തുർക്കിയിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ചർച്ചകൾ അവസാന നിമിഷമാണ് ഒമാനിലെ മസ്കറ്റിലേക്ക് മാറ്റിയത്. ചർച്ചകളുടെ അജണ്ടയെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. ഈ ചർച്ചകളിൽ ട്രംപിന്റെ മരുമകൻ ജേറഡ് കുഷ്ണറും US സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ പക്ഷത്തുനിന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയാണ് എത്തുന്നത്. വെറും ആണവ വിഷയത്തിൽ മാത്രം ചർച്ച ഒതുക്കണമെന്നാണ് ഇറാനിന്റെ ആവശ്യം. അതേസമയം ഇറാന്റെ മിസൈൽ പ്രോഗ്രാമും അവർ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളെയും പറ്റി ചർച്ച ചെയ്യാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് ട്രംപിന്റെയും വിദേശകാര്യമന്ത്രി മാർക്കോ റുബിയോയുടെയും നിലപാട്. അതായത് കാര്യങ്ങൾ ഇപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒമാനിലെ മസ്കറ്റിൽ വെച്ച് ഈ ആഴ്ച തന്നെ ചർച്ചകൾ നടക്കുമെന്ന് ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ നയതന്ത്ര ചർച്ചകൾ ഇത് നടക്കുമ്പോഴും ട്രംപ് തന്റെ പതിവ് ശൈലിയിലുള്ള പ്രഷർ ടാക്ടിക്സ് തുടരുകയാണ്. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഖമേനിയെ നേരിട്ട് വെല്ലുവിളിച്ചത്. അദ്ദേഹം വളരെ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് എന്നുറപ്പ്. സമാധാനത്തിന് ഒരു അവസരം നൽകേണ്ടതുണ്ടെങ്കിലും അമേരിക്കയുടെ കൈവശം മറ്റ് പല പ്ലാനുകളും ഉണ്ടെന്ന പരോക്ഷമായ താക്കീതാണിത്. ഇനി എന്തുകൊണ്ടാണ് ട്രംപ് ഇത്ര കടുത്ത നിലപാട് എടുക്കുന്നത്? കഴിഞ്ഞ വർഷം, അതായത് 2025 ജൂണിൽ ഇറാനിലെ രണ്ട് പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ വ്യോമാക്രമണം നമ്മൾ കണ്ടതാണ്. അത് ഇറാന്റെ ആണവ പദ്ധതിയെയും സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തെയും വലിയ തോതിൽ ബാധിച്ചു. അത് കഴിഞ്ഞ മാസം ഇറാനിലുണ്ടായ ജനകീയ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയ രീതിയും അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച അറേബ്യൻ കടലിൽ US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ അടുത്തേക്ക് വന്ന ഒരു ഇറാനിയൻ ഡ്രോണിനെ അമേരിക്ക വെടിവെച്ചിട്ടു. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് അമേരിക്കൻ ടാങ്കറുകൾ തടയാനും ഇറാൻ ശ്രമിച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ചർച്ചകൾക്കിടയിലും യുദ്ധത്തിന്റെ കരിനിഴൽ അവിടെ ഉണ്ട് എന്നാണ്. ഇവർ തമ്മിലുള്ള ഈ ഒരു ദേഷ്യത്തിന്റെ കനൽ ഇന്ന് തുടങ്ങിയതല്ല, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇത് മനസ്സിലാക്കാൻ നമുക്ക് അല്പം പിന്നിലേക്ക് പോകണം. 1953 CIA ഇടപെടൽ, അതായത് ഇറാനിലെ ജനാധിപത്യ സർക്കാരിനെ മറിച്ചിട്ട് ഷാ ഭരണകൂടത്തെ പ്രതിഷ്ഠിച്ച അമേരിക്കൻ നീക്കം ഇന്നും ഇറാനികൾ മറന്നിട്ടില്ല. അടുത്തത് 1979 ഇസ്ലാമിക് റെവല്യൂഷൻ ആണ്. ഇറാനിൽ ഷാ ഭരണകൂടത്തെ പുറത്താക്കി ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വന്നതോടെയാണ് അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുന്നത്. തെഹ്റാനിലെ US എംബസി പിടിച്ചെടുക്കുകയും 52 ഉദ്യോഗസ്ഥരെ 444 ദിവസം ബന്ദികളാക്കുകയും ചെയ്തു. ശേഷം 2015ലും 2018ലും ദ ന്യൂക്ലിയർ ഡീൽ, അതായത് JCPOA. 2015 ഒബാമ ഭരണകൂടം ഇറാനുമായി ചരിത്രപരമായ ആണവ കരാർ ഒപ്പിട്ടു. ഇറാൻ ആണവായുധങ്ങൾ നിർത്തുന്നതിന് പകരമായിട്ട് അവരുടെ മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ 2018 ട്രംപ് ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി. ഇത് ഏറ്റവും മോശം കരാർ ആണെന്നായിരുന്നു ട്രംപിന്റെ വാദം. ഇതോടെയാണ് ഇറാൻ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണം വേഗത്തിലാക്കിയത്. ഇനിയാണ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഒമാനിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. ഒമാനെ മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കയ്ക്കും ഇറാനും ഒരുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാൻ. സൗദി അറേബ്യയോ ഖത്തറോ ഈ ചർച്ചകൾക്ക് വേദിയാകാൻ ശ്രമിച്ചുവെങ്കിലും ഇറാൻ അത് തള്ളുകയായിരുന്നു. കാരണം ഒമാൻ എന്നും ഒരു ന്യൂട്രൽ ഗ്രൗണ്ട് ആണ്. ഇറാനിലെ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ തിരിഞ്ഞപ്പോഴും ഒമാൻ സമാധാനത്തിന്റെ പാതയിലായിരുന്നു. അമേരിക്കയ്ക്കും ഇറാനും രഹസ്യമായ സന്ദേശങ്ങൾ കൈമാറാൻ പറ്റിയ ഒരേ ഒരു വിശ്വസ്ത കേന്ദ്രം ഒമാൻ തന്നെയാണ്. മസ്കറ്റിലെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് ഗൾഫ് മേഖലയിലെ മറ്റ് സമാധാന ശ്രമങ്ങളെയും സാരമായി ബാധിക്കും. ഇതിനു മുൻപും പല രഹസ്യ ചർച്ചകൾക്കും ഒമാൻ വേദിയായിട്ടുണ്ട്. രണ്ട് ശത്രുക്കളെ ഒരേ ടേബിളിൽ ഇരുത്തുക എന്ന വലിയ ദൗത്യമാണ് ഇപ്പോൾ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നേതൃത്വത്തിലുള്ള ഒമാൻ ഏറ്റെടുത്തിരിക്കുന്നത്. മേഖലയിൽ ഒരു യുദ്ധം ഒഴിവാക്കാൻ ഒമാന്റെ ഈ ഇടപെടൽ വളരെ പ്രധാനമാണ്. ഇനിയുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ചർച്ചകൾ ഇത്രത്തോളം പ്രധാനമാകുന്നത് എന്നതാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഓയിലും ഇക്കോണമിയും. അതായത് ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ ഭൂരിഭാഗവും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനുണ്ട്.
യുദ്ധമുണ്ടായാൽ എണ്ണവില കുതിച്ചുയരും, അത് നമ്മുടെ പോക്കറ്റിനെയും ബാധിക്കും. രണ്ടാമത്തേത് റീജിയണൽ സ്റ്റെബിലിറ്റിയാണ്. അതായത് ഇസ്രായേൽ ഹമാസ്, ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷങ്ങൾ ഇത് പടരുന്ന സാഹചര്യത്തിൽ ഇറാൻ ഈ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ്. ചർച്ചകളിലൂടെ ഇറാന്റെ ഇടപെടൽ കുറയ്ക്കാനാണ് US നോക്കുന്നത്. അടുത്തത് മൂന്നാമതായി ന്യൂക്ലിയർ ത്രെറ്റ് ആണ്. അതായത് ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ ആയുധ പന്തയത്തിന് തന്നെ കാരണമാകും. ഇത് തടയുക എന്നതാണ് അമേരിക്കയുടെ പ്രഥമ ലക്ഷ്യം. ട്രംപ് തന്റെ NBC അഭിമുഖത്തിൽ പറഞ്ഞത് ഇറാൻ ഭരണകൂടം ഇപ്പോൾ വലിയൊരു കുഴപ്പത്തിലാണെന്നാണ്. സാമ്പത്തിക തകർച്ചയും ജനകീയ പ്രതിഷേധങ്ങളും മൂലം ഇറാൻ ദുർബലമാണെന്നും ഈ അവസരം മുതലെടുത്ത് ഇറാന്റെ ആണവ മോഹങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കാനാണ് ട്രംപ് നോക്കുന്നത്. പക്ഷേ ഇതിലൊരു റിസ്ക് ഉണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ഖമേനി പറഞ്ഞത് ഏതൊരു ആക്രമണവും ഒരു റീജിയണൽ വാർ അഥവാ പ്രാദേശിക യുദ്ധത്തിന് കാരണമാകുമെന്നാണ്. ഇറാൻ തിരിച്ചടിച്ചാൽ ലോകത്തിലെ എണ്ണ വിതരണം തടസ്സപ്പെടും. ബാരലിന് $100 മുകളിൽ എണ്ണവില പോകാൻ അധികം സമയം വേണ്ടിവരില്ല. ഇത്തവണത്തെ ചർച്ചകളിൽ നിന്ന് വലിയൊരു റിസൾട്ട് ഉണ്ടാകുമോ? സത്യം പറഞ്ഞാൽ പ്രതീക്ഷകൾ അല്പം കുറവാണ്. കാരണം രണ്ട് പക്ഷവും വിട്ടുവീഴ്ചകൾക്ക് വലിയ താല്പര്യം കാണിക്കുന്നില്ല. ഇറാൻ പറയുന്നത് തങ്ങളുടെ മേലുള്ള മുഴുവൻ സാങ്ഷൻസ്, സാമ്പത്തിക ഉപരോധങ്ങളും നീക്കിയാൽ മാത്രമേ ആണവ പദ്ധതികൾ നിയന്ത്രിക്കൂ എന്നാണ്. ട്രംപ് ആകട്ടെ ഇറാന്റെ മിസൈൽ പ്രോഗ്രാമും പ്രാദേശിക ഇടപെടലുകളും നിർത്താതെ ഉപരോധം മാറ്റില്ലെന്ന വാശിയിലാണ്. ഈ ഡെഡ് ലോക്ക് എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.